ഇനി ഈ 5 വർഷം ഇപ്പൊ എന്നാ പറ്റുന്ന പറഞ്ഞാൽ സർക്കാർ ജോലിക്കാരെന്ന് പറഞ്ഞാൽ അവർ കൂടുതലും വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നത്, അതായത് കോൺഗ്രസ് അനുകൂല ആളുടെ കൂട്ടത്തിൽ അടുത്ത് നിൽക്കുന്നതാണ്. കാരണം ഇടതുപക്ഷത്തിന് നല്ല സംഘടന ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യുന്നവന്മാർ അപ്പുറത്താണ്. ഈ ഏതെന്നാന്ന് വെച്ചാൽ ഇപ്പൊ ഈ കഴിഞ്ഞ അടുത്ത ഇടയിൽ പെൻഷൻ പ്രായം പിന്നെ ഇവർ കൂട്ടി. അതായത് 55-56 വയസ്സിലൊക്കെ പെൻഷൻ പറ്റി പോകുന്നവർക്ക് 60 വയസ്സായി ഉയർത്തി. അതുകൊണ്ട് അത്രയും ഒരു സാമ്പത്തിക ലാഭം കൂടെ ഈ ഗവൺമെന്റിന് കിട്ടുകയാണ്. ഈ ഗവൺമെന്റ് ഇപ്പം ഇതിന്റെ ഇനിയിപ്പോ 5 വർഷം ഭരിക്കുമ്പോൾ സത്യത്തിൽ ഇവർക്ക് വലിയ സാമ്പത്തിക ഭാരം വരുന്നില്ല. കാരണം ഇവരുടെ എല്ലാം പലിശ ഇവരെ കഴിയുമ്പോഴത്തേനെ കൊടുക്കുക, അടുത്ത ഗവൺമെന്റ് വരുമ്പോഴത്തേനെ അവർ കൊടുത്താൽ മതി. അങ്ങനെയുള്ള ഒരു അവസ്ഥയും കൂടെ ഉണ്ടാക്കി കൊടുക്കും. കാരണം ഇവരും സപ്പോർട്ട് ചെയ്തത് വലതുപക്ഷത്തെ. പണ്ട് ഈ കേരളത്തില് ആദ്യം ഈ സാധാരണക്കാർക്ക് അധികം ഭൂമിയൊന്നും ഇല്ലായിരുന്നു, കിടപ്പാടമൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ കിട്ടിയത് ഈ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴാണ്. EMSന്റെ മന്ത്രിസഭയിലാണ് ഇവർക്കൊക്കെ ഒരു കിടപ്പാടവും 10 സെന്റ് സ്ഥലവും കിടപ്പാടവും ഒക്കെ ആയി കിട്ടുന്നത്. അതുപോലെ കൃഷിഭൂമിയൊക്കെ അവർക്ക് കിട്ടിയത്. അങ്ങനെ ആ കിട്ടിയ ആൾക്കാരാണ് ഇപ്പം കോൺഗ്രസിനെ താങ്ങി നടക്കുന്നത്. നന്ദികെട്ട നാറികള്. അവര് ഇപ്പോഴും ഇവരെ ചതിക്കാനും അതായത് അതിന് പല ഘടകങ്ങളുണ്ട്. ഇപ്പം ഈഴവ സമൂഹമാണെങ്കിലും അവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഇത് കിട്ടിയിരുന്നത്. കാരണം ഈ കിടപ്പാടം ഇല്ലാത്തവരൊക്കെ അവരായിരുന്നു. അവരും പിന്നെ അതുപോലെ തന്നെ പട്ടികജാതിക്കാര് അങ്ങനെയുള്ള അവർക്കിപ്പോഴും വലിയ ഗതിയൊന്നും ഇല്ല കേട്ടോ. അവരിപ്പോഴും താഴത്തെ തട്ടിൽ തന്നെയാണ് കിടക്കുന്നത്. അതുപോലെ SNDP പോലെയുള്ളവരാണ്, അവർക്കാണ് ഒത്തിരി അതുകൊണ്ടുള്ള സ്ഥലങ്ങളും അങ്ങനെയൊക്കെ അവരാണ് ഉണ്ടാക്കിയത്, സമ്പത്തുണ്ടാക്കിയത്. പക്ഷെ അവരൊക്കെ ഇപ്പം വലതുപക്ഷത്തിന്റെ കൂട്ടത്തിലാണ്. ഇവർക്കൊന്നും അതുപോലെ തന്നെ ഇപ്പം പറയുകയാണെങ്കിൽ ഈ ആലപ്പുഴ ഇത്രയും കാലം കഴിഞ്ഞ സുധാകരനൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വകുപ്പിൽ സുഖമായി വളർന്ന് ഉന്നതയിലെത്തി എല്ലാ അധികാരവും സുഖമായി അനുഭവിച്ച് ഇപ്പം മറുകണ്ഠം ചാടി വലതുപക്ഷത്തോട് കൂടി നിൽക്കുന്നു. അതൊക്കെയാണ് ഇതിന്റെ കാര്യം. കാരണം ഇതിന്റെ അകത്തും ഉണ്ട് ഒത്തിരി ചെറ്റകൾ. ഈ ഇടതുപക്ഷത്തിന്റെ കൂട്ടത്തിൽ ഒത്തിരി ചെറ്റകളുണ്ട്. ആ ചെറ്റകള് കൂടെ കാര്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് 50% വെറും പന്നകൾ. കാരണം അവര് കുറെ പേര് നല്ലതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും ഭയങ്കര പവറുള്ളവരുമാണെന്നുള്ള ധാരണയാണ്. പക്ഷെ അവരൊന്നും ഈ സാധാരണ ജനങ്ങൾക്ക് അതൊന്നും അങ്ങനെ പിടിക്കുന്നില്ല. എന്തായാലും ഇവരുടെ പതനം നമ്മുടെ കേരളത്തിന് ഏറ്റവും വലിയ നഷ്ടമായിരിക്കും, അത് ഉറപ്പ്.